Hi friends, hybrid inverter complaint ആയിക്കഴിഞ്ഞാൽ അതായത് HS1500 എന്ന മോഡലിലെ ഇൻവെർട്ടറുകൾ കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു അറിവുള്ള ഏതൊരു സാധാരണക്കാരനും സിമ്പിളായിട്ട് അയച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ബോർഡുകൾ ഇത് ഇൻവെർട്ടറിൻ്റെ ബോർഡാണ്, അതുപോലെ ഇതിൻ്റെ MPPT ബോർഡാണ്, അതുപോലെ ഇത് ഡിസ്പ്ലേയുടെ ബോർഡാണ്. ഈ ബോർഡുകളൊക്കെ എങ്ങനെയാണ് സിമ്പിളായിട്ട് മാറ്റണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. കൂടാതെ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട്. അവിടെ ഇല്ലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ അതിൽ ചെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. ഞാൻ കെഷിൽ ജോയി, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ നമുക്ക് അയക്കാനായിട്ട് വേണ്ടത് ഇതേപോലത്തെ ഒരു ബോക്സ് സ്പാനർ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഇതൊരു 8mm ബോക്സ് സ്പാനറാണ്. അതുപോലെ നമുക്കൊരു ലോങ് സ്ക്രൂ ഡ്രൈവർ വേണം. ഡിസ്പ്ലേ അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് അയക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ ഫേസ് ന്യൂട്രൽ അതുപോലെ തന്നെ ബാറ്ററി ലൈനൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇൻവെർട്ടറിനെ ഫ്രീ ആക്കി നിർത്താം. എന്നിട്ട് നമുക്ക് ഈ ഇൻവെർട്ടറിൻ്റെ എല്ലാ സ്ക്രൂകളും നമുക്ക് അയച്ചു മാറ്റാം. ഇപ്പോൾ ഇൻവെർട്ടറിൻ്റെ എല്ലാ സ്ക്രൂകളും അയച്ചിട്ടുണ്ട്. അതിനെ പൊക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആ പാർട്സുകളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗം ഇതിൻ്റെ MPPT വന്ന ഭാഗമാണ്. ഇത് ഇൻവെർട്ടറിൻ്റെ ഭാഗങ്ങളാണ്. അല്ല, ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്ഷനുകളൊക്കെ എല്ലാം ഊരുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കണത് നല്ലതായിരിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് റെഫറൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അയക്കണേ നോക്കാം. അത് നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ 2 ലീഡുകൾ നമുക്ക് അയച്ചു മാറ്റാം. ഇത് നമ്മുടെ സോളാർ പാനൽ കണക്ട് ചെയ്യണ കണക്ടറാണ്, ഒരു ഹെവി കണക്ടറാണ്. അതിൻ്റെ ലൈൻ പോസിറ്റീവ് ലൈനാണ് ഈ ഒരു ഹീറ്റ് സിങ്കിലേക്ക് വന്നേക്കണത്. അതുപോലെ തന്നെ ഇതൊരു ബാറ്ററിയുടെ ലൈനാണ്, ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനാണ് ഈ വന്നേക്കണത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം MPPTയുടെ നെഗറ്റീവും അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ നെഗറ്റീവും തമ്മിൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ ഒരു ബോർഡ് ഊരെടുക്കണമെങ്കിൽ ഈ ഒരു 2 സ്ക്രൂസും അയച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് ഊരെടുക്കാം. ഇപ്പോൾ MPPTയുടെ സെക്ഷനാണ്, ഈ ഒരു സെക്ഷനാണ് MPPTയുടെ സെക്ഷനാണ് കംപ്ലൈൻ്റ് എങ്കിൽ ഇത് മാത്രം നമുക്ക് അയച്ചെടുത്തിട്ട് ഈ പോസിറ്റീവ് ലൈൻ ഇവിടെ തന്നെ കണക്ട് ചെയ്താൽ നമുക്ക് സാധാരണ ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. MPPTയുടെ ബോർഡ് ഊരെടുക്കുന്നതിന് ഇവിടുത്തെ ഈ ഒരു കണക്ടറും കൂടി ഊരേണ്ട ആവശ്യമുണ്ട്. എന്നാലേ നമുക്കിത് മര്യാദക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കണക്ടറിൽ നിന്നും ആ 2 സോളാർ പാനലിൽ കൊടുക്കുന്ന പോസിറ്റീവ് നെഗറ്റീവും ഊരിയിട്ട് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ MPPTയുടെ ആ ഒരു നെഗറ്റീവ് ലൈൻ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഊരേണ്ട ആവശ്യമുണ്ട്. അതും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഊരെടുത്തിട്ട് മാറ്റാം. ഇത് നമുക്ക് MPPTന് ഊരെടുക്കാൻ പറ്റും. ഇതുപോലെ സൈഡിൽ ഇങ്ങനെ ചെറിയ ക്ലിപ്പുകളാണുള്ളത്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഊരി റിമൂവ് ആയി കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, അത് ഞാനെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഇത് MPPTന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എല്ലാ കളറുകളും നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ വയറിൻ്റെ എല്ലാത്തിലും ഓരോരോ കളർ കോഡിങ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ബ്രൗൺ, ബ്ലാക്ക്. ഇത് MPPTയുടെ ബോർഡാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ബോർഡാണ് കംപ്ലൈൻ്റ് എങ്കിൽ ഈ ഒരു ബോർഡ് മാത്രം അയച്ചിട്ട്
കൊറിയർ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ സർവീസ് ആയിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചയക്കാൻ സാധിക്കും. ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ MPPTയുടെ ഭാഗം നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇൻവെർട്ടറിനെ എങ്ങനെ നോർമൽ ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റുമോ നോക്കാം. അതിനായിട്ട് ഇവിടെ നെഗറ്റീവിൻ്റെ ലൈൻ കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബാറ്ററിയുടെ നെഗറ്റീവിൻ്റെ ലൈൻ ഇവിടെ തന്നെ അങ്ങോട്ട് കണക്ട് ചെയ്യാം. ഇത് ബാറ്ററിയുടെ പോസിറ്റീവിൻ്റെ ലൈനാണ്. ബാറ്ററിയുടെ പോസിറ്റീവിൻ്റെ ലൈൻ ഈ ഇവിടെ തന്നെയാണ് കണക്ട് ചെയ്യുക. ബാറ്ററിയുടെ പോസിറ്റീവിൻ്റെ ലൈൻ നമ്മൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഈ രണ്ട് ട്രാൻസ്ഫോമർ, രണ്ട് ലീഡുകളാണ്. അത് ഈ രണ്ട് പോയിന്റിലേക്ക് കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബാക്കിൽ സോളാർ മോഡ് ഒരു സ്വിച്ച് ഉണ്ട്. അതായത് ഈ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് തരണം. നമുക്ക് MPPT ഇല്ലാത്ത കാരണം ഇപ്പോൾ അതുവഴി ചാർജ് കയറില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ആണെങ്കിൽ സാധാരണ ഇൻവെർട്ടർ പോലെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KCB വഴി ചാർജ് ചെയ്ത് നോർമൽ ഇൻവെർട്ടറായിട്ട് നമുക്ക് ഇൻവെർട്ടറിന് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇൻവെർട്ടറിൻ്റെ മെയിൻ ബോർഡ് വയ്ക്കാം. നമ്മളിതിൽ 3 കളറ് ഉണ്ട്. അപ്പോൾ ആ കളറ് നോട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ഇതിൻ്റെ ഫേസ് ഇന്നാണിത്. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിലേക്ക് ഓണർ ലൈനാണ്. ഇത് ഫേസ് ഔട്ടാണ്. ഇങ്ങനെ 3 ലൈനിലാണ് ഇതിനകത്ത് കണക്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫോമറിലേക്കും അതുപോലെ തന്നെ ന്യൂട്രൽ ലൈനും ഇവിടെ ഉണ്ട്. അത് രണ്ടും ഇതുപോലെ ഊരിയെടുക്കാം. അതായത് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേ LCD ഡിസ്പ്ലേയിലേക്കുള്ള ലൈനാണിത്. അതുപോലെ തന്നെ MPPTയുടെ ഇവിടെ നമ്മൾ ഊരിയത് നേരത്തെ. ഇത് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഓൺ ഓഫ് സ്വിച്ചിൻ്റെ കണക്ഷനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് UPS ഇൻവെർട്ടർ മോഡ് സ്വിച്ചിലേക്കുള്ള കണക്ഷനാണത്. ഇത് സോളാർ മോഡ് ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ ഇൻവെർട്ടറിൻ്റെ ബാക്കിലേക്ക്. ഇത് സെറ്റപ്പിന് വേണ്ടിയുള്ളതാണ്. ഈ ഒരു കണക്ഷൻ പോയിൻ്റ് ഇവിടെ ഫ്രീ ആയിട്ട് ഇടയ്ക്കായിരിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ഫാനിൻ്റെ കണക്ഷൻ. ഇതൊരു കൂളിംഗ് ഫാനിൻ്റെ കണക്ഷനാണത്. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അതും ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഊരി മാറ്റാം. ഡിസ്പ്ലേയുടെ കണക്ഷൻ ഊരി മാറ്റാം. എന്നുവെച്ചാൽ ഇതുപോലെ ക്ലിപ്പുകൾ നമുക്ക് സിമ്പിളായിട്ട് തട്ടെടുക്കാവുന്നേ ഉള്ളൂ. എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ ബോർഡ് നമുക്ക് കിട്ടും. ഈ ബോർഡിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നമുക്കിത് അയച്ചു തരികയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അയച്ചു തരാവുന്നുള്ളൂ. അതുപോലെ തന്നെ എല്ലാ പാർട്സ് ഇതിൻ്റെ ഈ മൊഡ്യൂളായാലും IC ആയാലും എന്ത് കമ്പോണൻസ് ആയാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. അതുകൊണ്ട് ഇൻവെർട്ടർ നമുക്ക് കാലാകാലങ്ങളോളം ഉപയോഗിക്കാൻ സാധിക്കും. ഡിസ്പ്ലേയുടെ സെക്ഷനാണ് ഊരെടുക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ ട്രാൻസ്ഫോമർ ഊരെടുക്കേണ്ടതുണ്ട്. എന്നാലും മാത്രമേ നമുക്ക് ഡിസ്പ്ലേയുടെ ഭാഗം ഊരെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ട്രാൻസ്ഫോമറാണ് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമർ മാത്രം അയച്ചുകൊണ്ട് പോയിട്ട് വൈൻഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ട്രാൻസ്ഫോമർ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഊരി മാറ്റാം. ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ഡിസ്പ്ലേ മാത്രമായിട്ട് മാറ്റാവുന്നതാണ്. ഡിസ്പ്ലേയുടെ മൊഡ്യൂളാണ്.
ഡിസ്പ്ലേ മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഇത് നമുക്ക് എല്ലാം നേരെ ഫിറ്റ് ചെയ്ത് പാർട്സ് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നോക്കി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ അപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാനിത് തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഇന്നത്തെ ഇൻവെർട്ടർ ബോർഡ് റീപ്ലേസ്മെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ്. ബൈ ബൈ.